നമസ്കാരം. ഇത് എൻ്റെ അസോസിയേറ്റും എൻ്റെ സുഹൃത്തുമായ അർഫാസ് അയ്യൂബിൻ്റെ ഡെബ്യൂ മൂവിയാണ് റെഡ് റോസ്. അത് ഞങ്ങൾ 12th Man വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ സ്റ്റോറി ഐഡിയ പറയുകയും അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ അർഫാസ് തന്നെ എഴുതി. എനിക്ക് തോന്നുന്ന അവസാനം ഞങ്ങൾ ഇതിൻ്റെ ലൊക്കേഷൻ ഇവിടെയെങ്കിലും സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെങ്കിലും നമ്മൾ ഉദ്ദേശിച്ചുള്ള ലൊക്കേഷൻ കിട്ടാതെ ഞങ്ങൾ റാമിൻ്റെ ലൊക്കേഷൻ സ്കൗട്ടിങ്ങിൻ്റെ ഇടയ്ക്കാണ് ട്യൂണീഷ്യയിൽ ഈ പടത്തിന് പറ്റിയ ഒരു ലൊക്കേഷൻ കണ്ടെത്തിയത്. ഒത്തിരി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി നാളത്തെ കഷ്ടപ്പാടിൻ്റെയും എല്ലാ സിനിമയുടെയും പറയുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി അറിയാം. അർഫാസിൻ്റെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. തീർച്ചയായിട്ടും അതിനകത്തൊരു ഭാഗമായിട്ട് നീക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹം തയ്യാറായിട്ട് വന്നു. രമേശ് പിള്ള ഇദ്ദേഹം തന്നെയാണ് റാമിൻ്റെ പ്രൊഡ്യൂസർ. പിന്നെ എനിക്കറിയാം, ഞാൻ എവിടെ പോയാലും എന്നോട് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് റാം എന്ത് ചെയ്യും, റാം എന്ന് വരും. റാം ഉടനെ തന്നെ ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. തീർച്ചയായിട്ടും ഈ പടം എല്ലാവരും കാണണം. ഒരു ടോട്ടലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൂവിയാണ്. ഇറ്റ്സ് എ ത്രില്ലർ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷനാണ് ഇതിനകത്ത്. ആസിഫിൻ്റെയും ഷറഫിൻ്റെയും അമലേന്റെയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണാം. ഐ തിങ്ക് യു വിൽ ലവ് ഇറ്റ്. എല്ലാ ക്രെഡിറ്റ്സും കൊടുക്കേണ്ടത് ഇതിൻ്റെ ഡയറക്ടർ അർഫാസിനാണ്. അപ്പോൾ അർഫാസിനെ നിങ്ങൾ കണ്ടല്ലോ കയറി വരുമ്പോൾ. അർഫാസ് ഞങ്ങൾ കൂമൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജീതു സാറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, ഞാനതൊന്ന് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അർഫാസിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്, ഒരു ഭയങ്കര റോം കോം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈൽ, ഒരു സ്റ്റൈലിഷ് സിനിമയായിരിക്കും എന്നുള്ളത്. പക്ഷേ എന്നെ ഈ കോലത്തിലാണ് അർഫാസ് ആക്കിയത്. റോണക് സൈലറാണ് ഇതിന് മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്ന മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല. ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. സിനിമ റിലീസാവുന്നതിന് മുന്നേ സിനിമയെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. പല പ്രാവശ്യവും അത് തിരിച്ചടിയായിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. നേരത്തെ രാകേഷ് പറഞ്ഞ പോലെ ട്യൂണീഷ്യയിൽ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടുള്ളൊരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ല, ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു. പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു ആണ് ഇതിൻ്റെ DOP. അർഫാസ് തന്നെയാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ്. ഇതൊരു പുതിയ സിനിമയായിരിക്കും. എനിക്ക് 100% ഓക്കെയാണ്. എന്നാലും നടക്കുമ്പോൾ ചെറിയ വേദനയുണ്ട്. എന്നാലും നല്ല സിനിമകൾ ചെയ്യണം. നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടുള്ളൂ, അല്ലേ? അപ്പൊ ഇതിനും ശബ്ദമുള്ള ഒരു കയ്യടി അടുത്ത പ്രാവശ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ let's hope for the best. Absolutely. ഒരു ഗംഭീര കയ്യടി for Asif Ali over here. for the love of Asif and his body. ജിസ് ജോയോടൊപ്പം ഞാൻ ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. ബിജു മേനോനും ഞാനുമാണ് ആ സിനിമയിൽ വരുന്നത്. ഈ 24th റിലീസ് ഉണ്ട്. വെക്കേഷൻ കഴിയുന്നതിന് മുന്നേ തലവനും തിയേറ്ററിൽ പോയി തന്നെ കാണൂലേ? താങ്ക് യു. അർഫാസ് ഈ കഥ പറയുമ്പോൾ എൻ്റെ ക്യാരക്ടറിൻ്റെ നിഗൂഢതകൾ എനിക്ക് തോന്നിയത് അർഫാസിൻ്റെ നിഗൂഢതയുണ്ട്. ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിനെ എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല. ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു എന്താ പറയുക, അതിൽ കൂടുതൽ പറയാനും പറ്റില്ല എൻ്റെ അർഫാസ്. അപ്പോൾ അതാണ് എൻ്റെ റിയാലിറ്റി. അപ്പം എൻ്റെ ക്യാരക്ടർ അക്കരെയാണോ ഇക്കരെയാണോ എന്നുള്ളതൊന്നും ഞാൻ പറയാൻ പാടില്ല എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. ആദ്യമായിട്ട് ഞാനൊരു എന്താ പറയുക, ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രീസ് വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയത് ലെവൽ ക്രോസിന് വേണ്ടിയായിരുന്നു. ട്യൂണീഷ്യ പോയത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊന്നും സിനിമയ്ക്കൊന്നും അല്ലാതെ അങ്ങനെ ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് പോകാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവിടെ പോയി ആ സിനിമ ചെയ്ത് തിരിച്ചു വന്ന് ഇപ്പം ഇങ്ങനെ ഒരു വേദിയിലേക്ക് നിൽക്കുമ്പോൾ അത് തീർച്ചയായും ഭയങ്കര ഒരു ഹാപ്പിനെസ് തരുന്ന സിനിമയായി മാറാൻ പോകുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ആടുജീവിതത്തിന് നിങ്ങൾ എല്ലാവരും തന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി. അതിനുശേഷം ജൂൺ 14th ഈ ഫിലിമും റിലീസ് ചെയ്യുകയാണ്. എൻ്റെ ഓൺ പ്രോജക്റ്റ് ആണോ ഈ പ്രോജക്റ്റ് ആണോ ആദ്യം റിലീസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ബട്ട് ഐ എം എക്സൈറ്റഡ് ഫോർ ബോത്ത് ദ പ്രോജക്ട്സ്. ഈ ഫിലിം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഫിലിമാണ്. കാരണം ഇതിൻ്റെ അർഫാസ്, ഇതിൻ്റെ ഡയറക്ടർ, ആക്ച്വലി അർഫാസ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ എഴുതുമ്പം അർഫാസിന് എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് എഴുതിയെന്നുള്ളത്.
അത് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണറാണ്. പിന്നെ ഞങ്ങൾ ഈ ഫിലിം ഷൂട്ട് ചെയ്ത് ട്യൂണീഷ്യ, ആക്ച്വലി റമദാൻ നവംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൂ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. ഭക്ഷണം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട്. ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചാലഞ്ചസ് ഭയങ്കര വലുതാണ്. ബട്ട് ആ സ്ട്രഗിളിലൂടെ എല്ലാം പോകുമ്പോഴും അർഫാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും I was like, I want to do more, better and better, because അത്രയും പാഷനുള്ള ഒരു ക്രിയേറ്ററാണ് അർഫാസ്. Of course, he's Jittu Joseph's own product, and I feel very, very grateful. ഒത്തിരി നന്ദിയുണ്ട് ഈ ഫിലിമിൻ്റെ ഭാഗമാകാൻ സാധിച്ചിരുന്നു. So I would like to thank the entire cast and crew of this film. Thank you, Ramesh Pillai sir. Thank you, Jittu Joseph sir. Thank you, Arfaz. Thank you, Appu Prabhakar. And thank you, Sapna, who designed my outfit in this project. And എല്ലാവരും അവരുടെ ഒത്തിരി ഹാർഡ് വർക്ക് ഉണ്ട് ഈ പ്രോജക്റ്റിൽ. ലൈക്ക് ഐ സെഡ്, ഇറ്റ് വാസ് നോട്ട് ഈസി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നില്ല ട്യൂണീഷ്യ പോലത്തെ ഒരു കൺട്രിയിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്ന് ഞങ്ങൾ ഒരു ഫിലിം ചെയ്തു. അപ്പം ആ ഹാർഡ് വർക്കിനും ആ പാഷനും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നു. ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. എല്ലാവരും തിയേറ്ററിൽ ഫിലിം കാണുക. ആൻഡ് റിയലി എക്സൈറ്റഡ് to hear all of your feedbacks. Thank you so much for all your love. ഇനിയും നിങ്ങളെല്ലാവരെയും നല്ല സിനിമകൾ ചെയ്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് എനിക്ക് എല്ലാവരുടെയും പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല. ബട്ട് താങ്ക് യു ടു എൻറ്റയർ കാസ്റ്റ് ആൻഡ് ക്രൂ ഓഫ് ലെവൽ ക്രോസ്. സിനിമകളൊക്കെ വലിയ പ്രതീക്ഷ തരുന്നതാണ്. ഇപ്പോൾ സിനിമയുടെ നല്ല കാലമാണെന്ന് എല്ലാവരും പറയുന്നു. വന്ന സിനിമകളൊക്കെ എല്ലാവർക്കും നന്നായി ആഘോഷിക്കാനും സന്തോഷിക്കാനും പറ്റിയ സിനിമകളാണ് ഇപ്പോൾ വരുന്നതും. നമ്മുടെ ഈ സിനിമ പോലെയൊക്കെ തന്നെ ജനം വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ചോദിക്കാനുള്ളത്, ലൈക്ക് വസ്ത്രാലങ്കാരത്തിൽ നിന്ന് തുടങ്ങി ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തു, കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു, വില്ലൻ വേഷങ്ങൾ ചെയ്തു, നായക വേഷങ്ങൾ ചെയ്തു. ഒരു സംവിധാന മേലങ്കി കുപ്പായം അണിയുന്നുണ്ടാവും എപ്പോഴെങ്കിലും? അതൊരു ഭാരിച്ച പണിയാണ്. അത് ഈ ബോഡിക്ക് ചേരുമെന്ന് തോന്നുന്നു. ഇല്ല, ഇന്ദ്രൻ ചേട്ടൻ്റെ അല്ലേ ദൂരം കഥകൾ കാണും, എന്തെങ്കിലും കഥകൾ പറയാനുള്ളതുണ്ടാവും. എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ ചേട്ടൻ എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഒരു സിനിമ സംവിധാനം ചെയ്യുക, അത്രമാത്രം കഥകൾ എത്ര വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലുണ്ടെന്ന് അറിയാം. അങ്ങനെ ചിന്തിക്കണം ഇന്ദ്രൻ ചേട്ടൻ. കാര്യം ഇന്ദ്രൻ ചേട്ടൻ എത്രയോ സിനിമകൾ വർക്ക് ചെയ്തതാണ്. അതുകൊണ്ടല്ല ഇപ്പം വരുന്ന സിനിമകളൊക്കെ ഞെട്ടിക്കുക. അതിൻ്റെ മോളിൽ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴത്തെ തന്നെ വയറ്റിൽ എന്തോ ഒരു പ്രഭാവം തോന്നും.